വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നവംബർ 5-ന്. മുഖ്യമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. ഷീജ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഷീജ, തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും നവംബർ 5-നാണ് ആ ഒരു സുദിനം ഉണ്ടാവുക. കൂടുതൽ വിശദാംശങ്ങൾ. സിന്ദൂരി, ഏതായാലും വിഴിഞ്ഞം വലിയ തോതിൽ മുന്നോട്ടുള്ള കുതിപ്പ് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. കാരണം മെയ്യിലാണ് ഈ 1-ാം ഘട്ടത്തിന്റെ കമ്മീഷനിങ് നടന്നിട്ടുണ്ടായിരുന്നത്, പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും 2-ാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടക്കുന്നത്. നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നിർവഹിക്കുക. നവംബർ 5-നാണ് നിർമ്മാണ ഉദ്ഘാടനം നടത്തുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ആദ്യഘട്ട കമ്മീഷനിങ്ങിന് മുൻപ് തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം വിഴിഞ്ഞം തുറമുഖം ആരംഭിച്ചിരുന്നു. കാരണം ട്രയൽ റണ്ണിന്റെ ഭാഗമായി തന്നെ MSCയുടേതുൾപ്പെടെയുള്ള ലോകത്തിലെ വലിയ ചരക്ക് കപ്പലുകൾ ഇവിടേക്ക് എത്തുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 700-ൽ പരം കപ്പലുകൾ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ 10 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ചരിത്ര നേട്ടം സ്വന്തമാക്കിയാണ് വിഴിഞ്ഞം മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഈ 2028ഓടുകൂടി ഇതിന്റെ 2, 3, 4 ഘട്ട പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ പൂർത്തിയാക്കി അതിന്റെ അന്തിമഘട്ട കമ്മീഷനിങ്ങിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ആദ്യ കരാർ പ്രകാരമാണെങ്കിൽ 2035 ആയിരുന്നു. പക്ഷേ അതിൽ നിന്നും മാറ്റി കരാർ പുതുക്കുകയും ആ പുതുക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് 2, 3, 4 ഘട്ട കമ്മീഷൻ 2, 3, 4 ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഒരേ സ്ട്രെച്ചിൽ തന്നെ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടിയാകും നവംബർ 5-ന് തുടക്കമാകുക. ആദ്യഘട്ട കമ്മീഷനിങ് കഴിഞ്ഞ് ഈ ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോൾ തന്നെ വലിയ നേട്ടങ്ങളാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 2-ാം ഘട്ട നിർമ്മാണത്തിലേക്ക് കൂടി കടക്കുമ്പോൾ കൂടുതൽ റെക്കോർഡുകൾ വിഴിഞ്ഞത്തിന് സ്വന്തമാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ആ രീതിയിൽ വലിയ സ്വീകാര്യത അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഇതിനകം തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഷീജ പറഞ്ഞതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞം തുറമുഖം നേടിയിരിക്കുന്ന നേട്ടങ്ങൾ, ഇപ്പോൾ MSC എക്സ്റ്റ പോലുള്ള കപ്പലുകൾ ആദ്യം വരുന്നു. അതിനുശേഷം ഈ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാവസായിക മേഖലയുടെ കുതിപ്പാണ് വിഴിഞ്ഞം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് അതിൻ്റെ 2, 3, 4 ഘട്ടങ്ങൾ ഒരുമിച്ച് നടത്തുവാൻ തീരുമാനിക്കുന്നു. ഈ 2-ാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം നവംബർ 5 എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഒരുമിച്ച് ആരംഭിക്കുവാൻ പോകുന്നത്. അങ്ങനെയാവുകയാണെങ്കിൽ അധിക കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് തന്നെ ഇത് പൂർണ്ണമായും സജ്ജമാകുന്ന ഒരു അന്താരാഷ്ട്ര തുറമുഖമായി വിഴിഞ്ഞം മാറുവാൻ പോവുകയാണ് അല്ലേ? തീർച്ചയായും. അതായത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് 2, 3 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഒരേ സ്ട്രെച്ചിൽ തന്നെ നടത്തുക എന്നുള്ളത്. നേരത്തെ തന്നെ തുറമുഖ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു. പുതുക്കിയ കരാർ പ്രകാരം അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതേ തുടർന്നാണ് ഈ ഒരു കമ്മീഷനിങ് പോലും, അന്തിമഘട്ട കമ്മീഷനിങ്, അതായത് വിഴിഞ്ഞത്തിൻ്റെ പൂർണ്ണതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത് 2028-ലായിരിക്കും. 28-ൽ പൂർണ്ണതോതിൽ വിഴിഞ്ഞം കമ്മീഷനിങ്ങിന് വേണ്ടി സജ്ജമാകും എന്നുള്ളതാണ്. അതിന് മുൻപ് തന്നെ പക്ഷേ ആദ്യഘട്ട കമ്മീഷനിങ് പൂർത്തിയായി ഈ ഒരു 2-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ ഇതിനകം വലിയ നേട്ടങ്ങൾ തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഈ ലോകത്തിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും വലിയ തുറമുഖമായി മാറാൻ പോകുന്നു വിഴിഞ്ഞം എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ളൊരു തുടക്കമാണ് നവംബർ 5-ന് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുന്നതിലൂടെ ഉണ്ടാവുക.